സിനിമ ഇൻഡസ്ട്രിയുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ്. എന്നെ ഇവിടെ ആശംസയ്ക്ക് ദേവൻജി വിളിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സിനിമയുടെ പേര് തന്നെ സിന്ധു യമുന, ഗംഗ സിന്ധു യമുന സരസ്വതി, ഒട്ടേറെ വ്യത്യസ്തതകൾ ഈ പേരിൽ തന്നെയുണ്ട്. ഈ സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ഒരു സിനിമ ആസ്വാദകൻ എന്ന പേരിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് കൂടുതലായിരിക്കും ഒന്നും പറയാനില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ ലാൽപ്രിയൻ, പ്രിയപ്പെട്ട ഷിജു അഞ്ചുമന, ശ്രീ പ്രശാന്ത് കാഞ്ഞിരമറ്റം, സാജു നവോദയ, ഇവരെല്ലാം ചേർന്ന് അണിയിച്ചൊരുക്കുന്ന സിന്ധു ഗംഗ യമുന സിന്ധു സരസ്വതി ഏറ്റവും വിജയകരമായി മാറട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ നിമിഷം ഏറ്റവും പ്രാർത്ഥനയോടെ ബ്ലെസ്സിങ്ങോട് മാത്രം സർവശക്തനായ ദൈവത്തിന്റെ മുഴുവൻ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവരുടെ ഉയർച്ച കാണുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ 4 ഡയറക്ടേഴ്സ് അല്ല, എൻ്റെ 4 പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വപ്നതുല്യമായ ഈ നിമിഷം സർവശക്തനായ ദൈവം അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ. സിനിമ ഗംഭീരമായി ചെയ്യുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ലവ് യു ഓൾ. നമസ്കാരം. സാജുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. എനിക്ക് തോന്നുന്നത് സാജു ഒരു സിനിമാക്കാരൻ ആകുമെന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ്, അല്ലേ സാജു? അതായത് ഏതൊരു വേദിയിൽ വെച്ചിട്ട് മനോജ് ഗിന്നസിന്റെ പ്രോഗ്രാമാണ്. അപ്പം ഞാൻ സാജുവിനെ കണ്ടിട്ട് ഞാൻ സാജുവിനോട് പറയുന്നു, സാജു ഒരു സിനിമാക്കാരനാവും എന്ന് പറയുന്നു. അതിന് വിചാരിച്ച എന്നെ അവന് കരിയാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ജീവിതത്തിൽ ഞാൻ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ സാജുവിന്റെ ഇതിലാണെങ്കിലും അതുപോലെ തന്നെ ഷിജുവിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെയുള്ള മറ്റ് 4 പേരുകളും അവരെല്ലാവരും, ഈ 2 പേര്, പിന്നെ പ്രശാന്തിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. എപ്പോഴും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇപ്പോഴും ഒട്ടും പ്രായം തോന്നിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അന്നെനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ ആവട്ടെ ഈ സിനിമയും ചെറുപ്പം തോന്നുന്ന ഒരു നല്ല സിനിമയായി മാറട്ടെ എന്ന് സർവേശ്വരൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.